Good morning, dear students. Today we are going to learn the subject marketing management, and today's topic is definition of marketing. Okay, definition of marketing. What is marketing? Different authors define marketing in different ways. Okay, പലരും പല രീതിയിലാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ചിലർ പറയും എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമറിലോട്ട് പ്രോഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ പല എക്സ്പേർട്സിനും പല അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ മറ്റു ചിലർ പറയും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ നീഡ്സ് അനുസരിച്ച് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് പലരും പറയുന്നത്. ഓക്കെ, പല ഡെഫിനിഷൻസ് പല മാർക്കറ്റിംഗ് എക്സ്പേർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പല ആംഗിളിൽ നിന്ന് നമുക്ക് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമിനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഓക്കെ, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ നമുക്കിവിടെ 3 ആസ്പെക്റ്റിലാണ് നമ്മളിവിടെ പഠിക്കുന്നത് മാർക്കറ്റിങ്ങിനെ. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, ദെൻ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പ്രോഡക്റ്റിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന AMA ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. ഓക്കെ, AMA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ആക്ടിവിറ്റീസും ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസും എന്തിനോട് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലോട്ട് എത്തിക്കാനുള്ള കംപ്ലീറ്റ് ബിസിനസ് ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് പറയുന്നു മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ ഓർ യൂസർ. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് ഇവിടെ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ മാർക്കറ്റിംഗിന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ദ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ കസ്റ്റമറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഹൗ ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പം ഇവിടെയും ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ്. എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്? for identifying, anticipating and satisfying the consumer's requirement profitably. Okay, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഏതെല്ലാം എഫേർട്ട് അല്ലെങ്കിൽ ഏതെല്ലാം പ്രോസസ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ ആ കംപ്ലീറ്റ് പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയുന്നു മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നുവെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ പ്രോഡക്റ്റായിട്ടോ അല്ലെങ്കിൽ സർവീസായിട്ടോ നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, ദെൻ ആ പ്രോഡക്റ്റിനെ സർവീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്താണ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്, അതിനെ ബേസ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് പറയുന്നത് മാർക്കറ്റിംഗ് ഇസ് ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പോൺസിബിൾ ഫോർ ഐഡൻറ്റിഫൈയിങ് കണ്ടുപിടിക്കുക, ആൻറ്റിസിപ്പേറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു മുൻകൂട്ടി കാണുന്നു, ആൻഡ് സാറ്റിസ്ഫൈയിങ് ദ കൺസ്യൂമേഴ്സ് റിക്വയർമെൻറ്റ്സ് പ്രോഫിറ്റബിളി. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്യുന്നു ആ കൺസ്യൂമർ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്. ദെൻ നെക്സ്റ്റ് കം ദി വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ
എങ്ങനെയാണ് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ കസ്റ്റമേഴ്സിനും ഇവിടെയും അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന AMA ഇവിടെ മാർക്കറ്റിംഗിന് ഡെഫിനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഫങ്ഷനാണ് മാർക്കറ്റിംഗ്. അതിലെന്താ വരുക? ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ്സ്, അതിലൊരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു കസ്റ്റമേഴ്സ്. ഓക്കെ, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ടത് ആ ക്രിയേറ്റ് ചെയ്ത വാല്യൂ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരോട് പറയുക ഇന്ന പ്രൊഡക്റ്റിൽ ഇന്ന വാല്യൂസ് ഉണ്ടെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ വാല്യൂ അവർക്ക് ഡെലിവർ ചെയ്യാം, അവർക്കത് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് അവരുടെ കയ്യിൽ അത് കൊടുക്കുക. ഓക്കെ, ആൻഡ് മാനേജിങ് ദ കസ്റ്റമർ റിലേഷൻഷിപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ വിടുന്നില്ല. ആ റിലേഷൻഷിപ്പ് നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ബെനിഫിറ്റ്സ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനും അതേപോലെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്യുന്നു? ആ ഒരു റിലേഷൻഷിപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നു. ഓക്കെ, അതാണ് വാല്യൂ ഓറിയൻറ്റഡ് എന്ന ഡെഫിനിഷനിൽ മാർക്കറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓർഗനൈസേഷണൽ ഫങ്ഷൻ ആൻഡ് എ സെറ്റ് ഓഫ് പ്രോസസ്. എന്തൊക്കെ ഉണ്ട് അതിൽ? ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദി കസ്റ്റമേഴ്സ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ പറഞ്ഞയക്കുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഫോർ മാനേജിങ് ദ കസ്റ്റമർ റിലേഷൻഷിപ്പ് in ways that benefit the organization and its stakeholders. ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് വിച്ച് ഫോക്കസസ് ഓൺ ദ പ്രോഡക്റ്റ്, സെക്കൻഡ് ഇസ് കസ്റ്റമർ ഓറിയൻറ്റഡ് വിച്ച് ഫോക്കസസ് ഓൺ ദ കസ്റ്റമർ, ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് വി ആർ ക്രിയേറ്റിംഗ് വാല്യൂ ടു ദി കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇസ് മാർക്കറ്റിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ വാണ്ട്സ്. എന്താണ് കസ്റ്റമറുടെ ആവശ്യങ്ങൾ, എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ വാണ്ട്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഫീച്ചറാണ്. സെക്കൻഡ് ഇസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. നമുക്കൊരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ട്. ആ ഗോളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമ്മൾ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമ്മൾ നടപ്പിലാക്കുന്നത് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മുൻനിർത്തിക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡീൽസ് വിത്ത് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ് അല്ലേ. നമ്മൾ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ പഠിച്ചു എന്താണ്? പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസും എന്താണ്? മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രോഡക്റ്റിനോട് റിലേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതും അതും മാർക്കറ്റിംഗ് തന്നെയാണ്. അതേപോലെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും അതും മാർക്കറ്റിങ്ങിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ്. എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാണ്ട്സ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രൊഡക്റ്റ് നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഇറ്റ് ഫോക്കസസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, അതെന്താണ്? ഗുഡ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, സർവീസസ് ഉണ്ട്. അതുമാത്രമല്ല ന്യൂ ഐഡിയാസും ഇതിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ഇൻറ്റൻസ് ടു സാറ്റിസ്ഫൈ ആൻഡ് ഡിലൈറ്റ് ദ കസ്റ്റമർ. സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമറുടെ നീഡ്സ്
നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ. കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി. ഇനി കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കസ്റ്റമർ അവിടെ എന്തായി, ഡിലൈറ്റഡ് ആയി. മനസ്സിലായോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഇന്ന ബെനിഫിറ്റ്സ് ഒരു പ്രൊഡക്റ്റിലുണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ആ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തായി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ ആ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, അൺസാറ്റിസ്ഫൈഡ് ആവും അല്ലേ. ഇനി നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയെങ്കിൽ ആ കസ്റ്റമറുടെ എന്തായി, ഡിലൈറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും ചെയ്യുന്നതും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ് ഫോക്കസസ് ഓൺ ഡെലിവറിങ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. നമ്മൾ വാല്യൂ ഓറിയൻറ്റഡ് ഇതിൽ പറഞ്ഞു എന്താ, ഡെലിവറിങ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്, വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമല്ല, പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ കമ്പനി തന്നെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. ദ നെക്സ്റ്റ് സറൗണ്ടഡ് ബൈ നീഡ്സ്, ഡിഫറെൻറ്റ് നീഡ്സാണ് മാർക്കറ്റിങ്ങിലുള്ളത്. ആ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്റ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് നീഡ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ചുറ്റും വലയം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ബിസിനസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറയുന്നതും മാർക്കറ്റിംഗ് ആണ് അല്ലേ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. കാരണം എന്താണ്, ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ കോസ്റ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ആവുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യണ്ടേ, നാലാൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, എങ്കിലല്ലേ നമ്മുടെ പ്രൊഡക്റ്റ് അവർ ചൂസ് ചെയ്യുള്ളൂ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ഓക്കെ, ദ നെക്സ്റ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചിങ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ക്യാഷ് കിട്ടണം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫങ്ഷൻ അല്ലേ. നമ്മുടെ കേരള സ്റ്റേറ്റിൽ മാത്രമുള്ള കാര്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള കാര്യമാണോ? അല്ല, ഇവിടെ ഹോൾ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയാൻ എന്താണ് കാരണം, കംപ്ലീറ്റ് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കോമൺ തിങ്ങാണ് എന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്സിനെയും നമ്മൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മാർക്കറ്റിംഗ് ഫങ്ഷൻസും, സെക്കൻഡ് വൺ ഈസ് ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ്? മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ തന്നെ നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് റിസർച്ച്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഒക്കെ ഇപ്പോൾ ഓരോന്നിൻ്റെയും കീഴിൽ നമുക്ക് ഡിഫറെൻറ്റ് സബ് പോയിൻറ്റ്സും വരുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. കൂടുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.